അപ്പോൾ നമ്മുടെ ഓസ്കാറിന് തീറ്റ കൊടുക്കാൻ വന്നേക്കണ്ടോ. ഇന്നത്തെ തീറ്റ എന്താണെന്ന് വെച്ചാൽ കറി വെച്ച ചിക്കനാണ് ഗൈസ്. കറി വെച്ച ചിക്കൻ കണ്ടോ. ഇത് കഴുകി എടുത്താണ്, മസാലയൊക്കെ പരമാവധി കളഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഞെക്കി കളഞ്ഞിട്ട് എടുത്ത ചിക്കൻ്റെ പീസാണ്. അപ്പോൾ ഓസ്കാർ കഴിക്കുമോ ഇല്ലയോ നോക്കാം. അത് ഇതിനുള്ളിൽ കേട്ടോ നമ്മുടെ ഓസ്കാർ. ഇത് എന്നെ കണ്ടപ്പോൾ തന്നെ ഇവിടെ ഒന്ന് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. അതേ കണ്ടോ, കാണിച്ചു തരാം. ഈ അടപ്പൊന്നെടുത്ത് മാറ്റട്ടെ. ഫ്രിഡ്ജ് ബോക്സിൻ്റെ മൂടിക്ക് ഭയങ്കര കനോ അറിയാലോ. ഫ്രിഡ്ജ് ബോക്സ് ഉപയോഗിച്ചവർക്കറിയാം ഇതിൻ്റെ വെയിറ്റ് എന്തോരം ഉണ്ടാവുമെന്ന്. മിക്കവാറും താഴ്ത്ത് വീഴും. ഒരു മിനിറ്റ്, ഞാനേ ഇതൊന്ന് മാറ്റിയിട്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മൾ മാറ്റിയിട്ടുണ്ട്. വന്നല്ല വനമാല. അതെ ഓസ്കാറെല്ലാം ഒന്ന് ഇപ്പുണ്ട്. അവന്മാർ തിന്നോ ഇല്ലയോ നോക്കാം. ചെറിയൊരു മസാലേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും കഴിക്കും അതുറപ്പാണ്. ഇടിയായി തുടങ്ങി. ഇതാണ് നമ്മൾ തീറ്റ കൊടുത്തു വെച്ചാൽ പിന്നെ ഇവിടെ യുദ്ധക്കളമാണ്. കഴിച്ച് അപ്പോൾ കറി വെച്ച ചിക്കനും ഓസ്കാറിന് കൊടുക്കാം. നോ വറീസ്, നന്നായിട്ട് തട്ടിക്കോളും. എന്നാ വാ. ഇത്തിരി പൊടിഞ്ഞ് പോകുന്നുണ്ടോ എന്നും ഡൗട്ട്. ഉണ്ട്. ഇതിങ്ങനെ കൊടുത്തിട്ട് അപ്പം തന്നെ പരമാവധി വേണ്ട ഇതിൻ്റെ അടിവശം വലിച്ച് കളയണം, മറ്റേ ലെവലോസ് എന്തെങ്കിലും വെച്ചിട്ട്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഈ പൊടി ഇങ്ങനെ പടർന്ന് ചെയ്യും. ഒരുവിധം അമോണിയ ഒന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പാലിട്ടുണ്ടേ. ഇത് അത്യാവശ്യം വലിച്ച് കളഞ്ഞ് വെള്ളം ഒന്ന് ഫ്രഷായിട്ട് വെച്ചോളൂ. പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ലെവലോസ് വെച്ച് വലിച്ച് കളഞ്ഞത്. ലെവലോസ് അവിടെ അറ്റത്തിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഈ ഭാഗത്തേക്ക് ഉമ്മാർ വരില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വയറ് കറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുത്തു നോക്കാം. വന്ന് ഒരു വലിയ പീസ് കൊടുത്തില്ല. അപ്പോൾ ആ പീസും കൊണ്ട് അങ്ങോട്ട് പോയതാണ് എല്ലാവരും കൂടി. പിന്നെ അവിടെ ഇടി കുറവുകൊണ്ട് കൊടുക്കാം. ഇതാർക്കാ വേണ്ടേ? ആ വലിയ പീസ് കൊണ്ടുപോയതേ അവിടെ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കടിച്ച് മുറിച്ചുകൊണ്ടിരിക്കണം അവിടെ. അപ്പം അവർക്ക് പല്ലുണ്ടോ അതോ വളർന്നിട്ടില്ലേന്നറിയില്ല. ഒരു എന്താ പറയുക, കടിച്ച് പറിക്കണ ഒരു ഇതൊന്നുമില്ല. തിന്നും തുപ്പിക്കളയും അതാണ് പരിപാടി. ഇപ്പോൾ അപ്പം അമ്മമാർ കഴിക്കുന്നുണ്ട്. ബാക്കി ഇത്ര ഇനി വേസ്റ്റ് ഉണ്ട്. ഇതെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണേ. ഇത് കൊടുക്കാൻ പറ്റിയ വേറെ ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ ടാങ്കെല്ലാം കാലിയാണ്. ഈ ടാങ്കിൽ നമ്മൾ മറ്റേ തുമ്പികളെ വളർത്താനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തേക്കാണ്. കാണിച്ചു തരാം. ഇതേ പോണം കണ്ട. അത് തുമ്പീൻ്റെ ലാർവയാണ്. ഇതിനകത്ത് മൊത്തം തുമ്പീൻ്റെ ലാർവയാണ്. ഇതേ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം കണ്ട. അതുപോലെ ഇതേ ഒരെണ്ണം നേരെ ഒരു വലുത്. ഇത് ക്ലിയർ ആകുമെന്നറിയാതെ കണ്ട. എൻ്റെ കയ്യിൽ തൊട്ടടുത്ത് പറഞ്ഞിരിക്കണ. അത് അത്യാവശ്യം വലുതാണ്. ഇവന്മാരൊക്കെ വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായതാ. പിന്നെ ഇവിടെ തന്നെ ലാർവ വിരിഞ്ഞിറങ്ങേണ്ട അസ്ഥി കൂടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ടാങ്കിനകത്ത് ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലും തുമ്പീൻ്റെ ലാർവ തന്നെയാണ്. അതിനും തുമ്പികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഇത് ഞാൻ തൽക്കാലത്തേക്ക് വിട്ടുകൊടുത്തേക്കാണ്. ഇതേ കണ്ട, തുമ്പീൻ്റെ ലാർവ ഇരിക്കണ്ട. അപ്പം നമ്മളുടെ ടാങ്കിൽ നിന്ന് തന്നെ ഒരുപാട് തുമ്പികൾ ഈ പ്രകൃതിയിലേക്ക്, ഇതാണ് എൻ്റെ പ്രകൃതിയിലേക്ക് ഞാൻ അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഇത് ഞാനെന്ത് ചെയ്യും, ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഒരു പാത്രത്തിലാക്കിയിട്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് ഒന്നും കൂടെ കൊടുക്കാം. അതൊക്കെ ഉമ്മാരൊക്കെ ഒന്നുകൂടെ വിശപ്പൊക്കെ ആയിട്ട് വരും. ഇതിപ്പോൾ കൊടുത്തതൊക്കെ ഇവന്മാർ കഴിച്ച് കുറച്ച് അവശിഷ്ടം ബാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ഇപ്പം തന്നെ കളയണം. അല്ലെങ്കിൽ ഇത് കിടന്ന് ചീഞ്ഞ് ഇവന്മാർക്ക് എന്തെങ്കിലും അസുഖം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇപ്പോഴത്തെ വിശേഷം. ഓക്കെ, ബായ്.